ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോട്ടോ ഇലക്ട്രിക് കട്ട് ഓഫ് വോൾട്ടേജ് ഓഫ് ദ സർട്ടൻ എക്സ്പെരിമെൻറ്റ് ഈസ് 1.5 വോൾട്ട്. കട്ട് ഓഫ് വോൾട്ടേജ് എന്താണെന്ന് അറിയാമല്ലോ. ഇത് ചെയ്യാൻ ഡെഫിനിഷൻ പറയേണ്ട ആവശ്യമില്ല. കട്ട് ഓഫ് വോൾട്ടേജ് 1.5 വോൾട്ടാണ്. വാട്ട് ഈസ് ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റഡ്? ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ്റെ ഒരു പാർട്ട് മാത്രം എഴുതാം. EV0 ഈക്വൽ ടു എന്താണെന്നറിയാവോ? ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ അല്ലേ. വി എന്ന് പറയുമ്പോൾ വി മാക്സ് സ്ക്വയർ ആണ്. ഈക്വൽ ടു എച്ച് മ്യൂ മൈനസ് 50. അത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഒരു പാർട്ടാണിത്. EV0 ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇങ്ങനൊരു ഫോർമുലയുണ്ട്. അതിൽ ആ ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജി. ഈ ഹാഫ് എം വി സ്ക്വയർ ആണ് മാക്സിമം കൈനറ്റിക് എനർജി. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. KE മാക്സ്. മാക്സിമം കൈനറ്റിക് എനർജി കാണണമെങ്കിൽ EV0 ചെയ്താൽ മതി. EV0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ. ചാർജ് ഓഫ് ദ ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10⁻⁻⁹. V0 അതറിയാമല്ലോ. കട്ട് ഓഫ് വോൾട്ടേജ് 1.5 ആണ്. ശരിയല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 2.4 ഇൻറ്റു 10⁻⁹ ജൂൾസ്. ഇതാണ് മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ്.